ഹലോ സ്റ്റുഡൻസ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സിനെ റിലേറ്റ് ചെയ്യുന്ന കുറച്ച് ഇനീക്വാളിറ്റീസ് ആണ്. രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് നമുക്കൊരിക്കലും എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല, കമ്പയർ ചെയ്യാനായിട്ട് പറ്റില്ല. എന്നാൽ രണ്ട് റിയൽ നമ്പേഴ്സിനെ കമ്പയർ ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. എന്താണ്, റിയൽ നമ്പേഴ്സിന് ഓർഡേഡ് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇവിടെ നമ്മൾ കോംപ്ലക്സ് നമ്പേഴ്സിനെ നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് പറ്റില്ല. എന്നാൽ അവരുടെ മോഡുലസ് വാല്യൂ എടുക്കുകയാണെങ്കിൽ അതെന്താണ്, അതൊരു റിയൽ നമ്പറാണ്. അപ്പോൾ ആ റിയൽ നമ്പേഴ്സിനെ റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മളിവിടെ ഇനീക്വാളിറ്റീസ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പറയുന്നത് ട്രയാങ്കിൾ ഇനീക്വാളിറ്റിയാണ്. സിക്സ്ത് ഇക്വേഷൻ, മോഡുലസ് ഓഫ് Z1 പ്ലസ് Z2 വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് Z1 പ്ലസ് മോഡുലസ് ഓഫ് Z2. ആ ഇനീക്വാളിറ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ഫിഗർ 1.5 കാണിച്ചിട്ടുണ്ട്. Z1 എന്ന് പറയുന്ന ഒരു വെക്റ്റർ ഉണ്ട്, Z2 എന്ന് പറയുന്ന വെക്റ്റർ ഉണ്ട്. ആ രണ്ട് വെക്റ്റേഴ്സിൻ്റെ ഡിസ്റ്റൻസ് നമ്മൾ ആഡ് ചെയ്യുന്നതിനേക്കാളും കുറവായിരിക്കും എന്തെന്ന് പറയുന്നത്, Z1 പ്ലസ് Z2 എന്ന് പറയുന്ന ആ വെക്റ്ററിൻ്റെ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ആ ലെങ്ത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ Z1 ഈക്വൽ ടു Z1 പ്ലസ് Z2 മൈനസ് Z2. അതായത് Z1ൻ്റെ കൂടെ Z2 ആഡ് ചെയ്യുന്നു, സബ്ട്രാക്ട് ചെയ്യുന്നു. ദെൻ രണ്ട് സൈഡിൽ നമ്മൾ മോഡുലസ് വാല്യൂ എടുക്കുന്നു. അപ്പോൾ എന്ത് കിട്ടും, മോഡുലസ് ഓഫ് Z1 ഈക്വൽ ടു മോഡുലസ് ഓഫ് Z1 പ്ലസ് Z2 പ്ലസ് മൈനസ് Z2. ദെൻ ട്രയാങ്കിൾ ഇനീക്വാളിറ്റി അപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, വിച്ച് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് Z1 പ്ലസ് Z2 പ്ലസ് മോഡുലസ് ഓഫ് നെഗറ്റീവ് Z2. മോഡുലസ് ഓഫ് നെഗറ്റീവ് Z2 എന്ന് പറയുന്നത് എന്തിനോട് ഈക്വലാണ്, മോഡുലസ് ഓഫ് Z2നോട് ഈക്വലാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ആ സ്റ്റെപ്പ് എന്തായിട്ട് എഴുതാം, മോഡുലസ് ഓഫ് Z1 ഈക്വൽ ടു മോഡുലസ് ഓഫ് Z1 പ്ലസ് Z2 പ്ലസ് മോഡുലസ് ഓഫ് Z2 എന്ന് എഴുതാം. ദെൻ റൈറ്റ് സൈഡിൽ എടുക്കുന്ന മോഡുലസ് ഓഫ് Z2 നമ്മൾ എന്ത് ചെയ്യുന്നു, ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ എന്ത് വരും, മോഡുലസ് ഓഫ് Z1 മൈനസ് മോഡുലസ് ഓഫ് Z2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് Z1 പ്ലസ് Z2 എന്ന് നമുക്ക് കിട്ടും. അതാണ് അവർ സെവൻത്ത് ഇക്വേഷനായിട്ട് എഴുതിയിരിക്കുന്നത്. എന്താണത്, മോഡുലസ് ഓഫ് Z1 പ്ലസ് Z2 വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് Z1 മൈനസ് മോഡുലസ് ഓഫ് Z2. അടുത്തത് അവർ പറയുന്നത് നമുക്ക് എന്തറിയാം, അഡീഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണ്. സോ Z1 പ്ലസ് Z2 എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ തന്നെയാണ്, Z2 പ്ലസ് Z1നോട് ഈക്വലാണ്. അങ്ങനെ നമ്മൾ ആ ഇക്വേഷന് സെവൻത്ത് ഇക്വേഷന് മാറ്റി ചെയ്താണ് മോഡുലസ് ഓഫ് Z2 പ്ലസ് Z1 എന്ന് പറയുന്നത് എന്തായിരിക്കും, അപ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് Z2 മൈനസ് മോഡുലസ് ഓഫ് Z1 എന്ന് എഴുതാലോ. അങ്ങനെയെങ്കിൽ അതിൽ നിന്ന് നെഗറ്റീവ് സൈൻ ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും, മോഡുലസ് ഓഫ് Z1 പ്ലസ് Z2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു നെഗറ്റീവ് ഓഫ് മോഡുലസ് ഓഫ് Z1 മൈനസ് മോഡുലസ് ഓഫ് Z2 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ആ രണ്ട് റിസൾട്ടും സെവൻത്ത് റിസൾട്ടും ഇപ്പോൾ നമുക്ക് ലാസ്റ്റ് കിട്ടിയിരിക്കുന്ന റിസൾട്ടും തമ്മിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എയ്ത്ത് ഇക്വേഷൻ കിട്ടും. അതെന്തായിരിക്കും, മോഡുലസ് ഓഫ് Z1 പ്ലസ് Z2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് മോഡ് Z1 മൈനസ് മോഡ് Z2 എന്നുള്ളൊരു ഇനീക്വാളിറ്റി കിട്ടും. ഇനി അടുത്ത് നമ്മൾ ചെയ്യുന്നത് സിക്സ്ത് ഇക്വേഷൻ. നമ്മുടെ ട്രയാങ്കിൾ ഇനീക്വാളിറ്റിയിൽ Z2ന് പകരം നമ്മൾ എന്ത് കൊടുക്കുന്നു, മൈനസ് Z2 എന്ന് പറയുന്ന വാല്യൂ കൊടുക്കുന്നു. അപ്പോൾ എന്തായി മാറും അവിടെ, മോഡുലസ് ഓഫ് Z1, അതായത് ലെഫ്റ്റ് സൈഡിൽ മോഡുലസ് ഓഫ് Z1 മൈനസ് Z2 എന്നാവും, വിച്ച് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് Z1 പ്ലസ് മോഡുലസ് ഓഫ് നെഗറ്റീവ് Z2 എന്ന് വരും. മോഡുലസ് ഓഫ് നെഗറ്റീവ് Z2 എന്താണ്, മോഡുലസ് ഓഫ് Z2 തന്നെയാണ്. അപ്പോൾ എന്തായി കിട്ടും നമുക്ക് അവിടെ റിസൾട്ട്, മോഡുലസ് ഓഫ് Z1 മൈനസ് Z2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് Z1 പ്ലസ് മോഡുലസ് ഓഫ് Z2. ഇതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, സെവൻത്ത് ഇക്വേഷനിലും എയ്ത്ത് ഇക്വേഷനിലും ചേഞ്ച് വരുത്തുന്നു. എയ്ത്ത് ഇക്വേഷനിൽ Z2ന് സ്ഥാനത്ത് എന്ത് കൊടുക്കണോ, നെഗറ്റീവ് Z2 കൊടുക്കുന്നു. അപ്പോൾ അതെന്തായി മാറും, മോഡുലസ് ഓഫ് Z1 മൈനസ് Z2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് മോഡ് Z1 മൈനസ് മോഡ് നെഗറ്റീവ് Z2. അപ്പോൾ ആ മോഡ് നെഗറ്റീവ് Z2 എന്ന് പറയുന്നത് എന്തിനോട് ഈക്വലാണ്, മോഡുലസ് ഓഫ് Z2നോട് ഈക്വലാണ്. അപ്പോൾ ആ എയ്ത്ത് ഇക്വേഷൻ എന്തായി മാറും, മോഡുലസ് ഓഫ് Z1 മൈനസ് Z2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് മോഡ് Z1 മൈനസ് മോഡ് Z2 ആയിട്ട് മാറും. ഇനി അടുത്തത് അവർ പറയുന്ന ഇനീക്വാളിറ്റി, 11th ഇനീക്വാളിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രയാങ്കിൾ ഇനീക്വാളിറ്റിനെ എക്സ്റ്റെൻഡ് ചെയ്യാണ്. അതായത് നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞത് രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സിനെ വെച്ചിട്ടായിരുന്നു.
ഇത് n കോംപ്ലക്സ് നമ്പേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് എങ്ങനെയാണ് ട്രയാങ്കിൾ ഇനീക്വാളിറ്റി ഹോൾഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് അടുത്തത് കാണിക്കുന്നത്. മോഡുലസ് ഓഫ് Z1 പ്ലസ് Z2 പ്ലസ് എക്സെട്ര പ്ലസ് Zn ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് Z1 പ്ലസ് മോഡുലസ് ഓഫ് Z2 പ്ലസ് മോഡുലസ് ഓഫ് Z3 പ്ലസ് എക്സെട്ര പ്ലസ് മോഡുലസ് ഓഫ് Zn ആയിരിക്കും. ഓക്കെ, അടുത്തതൊരു എക്സാമ്പിളാണ്. നമുക്കിവിടെ ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ മോഡുലസ് വാല്യൂ തന്നിട്ടുണ്ട്. അതിൻ്റെ അപ്പർ ബൗണ്ട് കണ്ടുപിടിക്കണം. ഫൈൻഡ് ആൻ അപ്പർ ബൗണ്ട് ഫോർ മോഡുലസ് ഓഫ് -1 ഡിവൈഡഡ് ബൈ z raised to 4 minus 5z plus 1 if modulus of z equal to 2. ഓക്കെ, അപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ കണ്ടിരുന്നു മോഡുലസ് ഓഫ് Z1 ബൈ Z2 എന്ന് പറയുന്നത് എന്താണ്? മോഡുലസ് ഓഫ് Z1 ബൈ മോഡുലസ് ഓഫ് Z2 ആണ്. Okay, by the second result in 3, the absolute value of a quotient is the quotient of the absolute values. Thus, with the modulus of -1 equal to 1, we want to find a positive real number m such that 1 divided by modulus of z raised to 4 minus 5z plus 1 less than or equal to m. നമുക്ക് അപ്പർ ബൗണ്ടാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഒരു m എന്ന് പറയുന്നതാണ് നമുക്കിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. To accomplish this task, we want the denominator as small as possible. By 10 എന്ന് പറയുന്നത് തൊട്ട് മുന്നേ നമ്മൾ എഴുതിയിരിക്കുന്നത് മോഡുലസ് ഓഫ് Z1 മൈനസ് Z2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് Z1 മോഡുലസ് ഓഫ് മോഡ് Z1 മൈനസ് മോഡ് Z2. ഓക്കെ, നമുക്കത് വെച്ച് എന്ത് എഴുതാം? മോഡുലസ് ഓഫ് Z raised to 4 മൈനസ് 5z പ്ലസ് 1 വിച്ച് ഇസ് ഈക്വൽ ടു, അതിനവർ മാറ്റി എഴുതുന്നുണ്ട്, മോഡുലസ് ഓഫ് Z raised to 4 മൈനസ് ബ്രാക്കറ്റിൽ 5z മൈനസ് 1. അപ്പോൾ Z1 മൈനസ് Z2 എന്ന് പറയുന്ന ഫോർമാറ്റിലായി. വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്താണ്? മോഡുലസ് ഓഫ് മോഡ് Z raised to 4 മൈനസ് മോഡുലസ് ഓഫ് 5z മൈനസ് 1. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പറഞ്ഞത് ഇത്ര മാത്രമാണ്. നമുക്ക് 1 ബൈ മോഡുലസ് ഓഫ് Z raised to 4 മൈനസ് 5z പ്ലസ് 1 ആ വാല്യൂവിനെ എന്താക്കണം? വിച്ച് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു m. അങ്ങനെ ഒരു എമ്മിനെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? ശരിക്കും ഒരു നമ്പർ നമുക്ക് ലാർജർ, അതായത് 1നേക്കാൾ വലിയൊരു നമ്പർ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? 1നേക്കാളും ചെറുതായിരിക്കും. ആ ഒരു കോൺസെപ്റ്റ് തന്നെയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന നമ്പർ 1 ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് Z raised to 4 മൈനസ് 5z പ്ലസ് 1. ആ നമ്പറിൻ്റെ ഡിനോമിനേറ്റർ സ്മോൾ ആയി കഴിഞ്ഞാൽ എന്ത് വരും? ടോട്ടലി അതിൻ്റെ റെസിപ്രോക്കൽ എന്തായി മാറും? ലാർജറായിട്ട് മാറും. ഓക്കെ, അതാണ് അവർ ആസ് സ്മോൾ ആസ് പോസിബിൾ. മാക്സിമം നമ്മൾ എന്ത് ചെയ്യണം? മോഡുലസ് ഓഫ് Z raised to 4 മൈനസ് 5z പ്ലസ് 1നെ മാക്സിമം എത്രത്തോളം ചെറുതാക്കാൻ പറ്റുന്നോ ആ ചെറുതാക്കാൻ പറ്റാവുന്ന വാല്യൂ ആണ് നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ മോഡുലസ് ഓഫ് Z raised to 4 മൈനസ് 5z പ്ലസ് 1 എന്ന് പറയുന്നത് നമുക്കിപ്പോൾ എന്താണെന്ന് കിട്ടി? വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് മോഡ് Z raised to 4 മൈനസ് മോഡുലസ് ഓഫ് 5z മൈനസ് 1 എന്ന് കിട്ടി. ഓക്കെ, ബട്ട് ടു മേക്ക് ദി ഡിഫറൻസ് ഇൻ ദി ലാസ്റ്റ് എക്സ്പ്രഷൻ ഇൻ 12 ആസ് സ്മോൾ ആസ് പോസിബിൾ, ആ ഡിഫറൻസ് നമുക്ക് എന്താക്കണം? ഏറ്റവും ചെറുതാക്കണം. ഓക്കെ, അപ്പോൾ എന്ത് വരും? നമുക്ക് ആ നെഗറ്റീവ് അതായത് Z raised to മോഡുലസ് ഓഫ് മോഡ് Z raised to 4 മൈനസ് മോഡുലസ് ഓഫ് 5z മൈനസ് 1 ആ ഡിഫറൻസ് നമുക്ക് എന്താക്കണം? സ്മോൾ ആക്കണം. സ്മോൾ ആക്കണമെങ്കിൽ നമ്മൾ സബ്ട്രാക്റ്റ് ചെയ്ത് കളയുന്ന മോഡുലസ് ഓഫ് 5z മൈനസ് 1 എന്ന് പറയുന്ന ആ വാല്യൂ എന്താക്കണം? ലാർജർ വാല്യൂ ആക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് ആ ഡിഫറൻസ് എന്തായി മാറുള്ളൂ? സ്മോൾ ആയിട്ട് മാറുള്ളൂ. അപ്പോൾ മോഡുലസ് ഓഫ് 5z മൈനസ് 1 എന്താണെന്ന് നമുക്കറിയാം. അവിടെ നമ്മൾ ട്രയാങ്കിൾ ഇനീക്വാളിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്നിട്ട് മോഡുലസ് ഓഫ് 5z മൈനസ് 1 എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് 5z പ്ലസ് മോഡുലസ് ഓഫ് മൈനസ് 1 എന്ന് കിട്ടും. വിച്ച് ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് 5z പ്ലസ് 1 എന്ന് വരും. അത് നമുക്കൊന്നും കൂടെ മാറ്റി എഴുതാം. മോഡുലസ് ഓഫ് 5z മൈനസ് 1 എന്ന് പറയുന്നത് എന്തായി മാറും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ഇൻറ്റു മോഡ് z മൈനസ് പ്ലസ് 1 എന്ന് വരും. ഓക്കെ, അപ്പോൾ നമ്മളത് 12ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യുന്നത്. എന്തായി മാറപ്പോൾ മോഡുലസ് ഓഫ് Z raised to 4 മൈനസ് 5z പ്ലസ് 1
ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് മോഡ് സെഡ് റേസ് ടു 4 മൈനസ് മോഡ് 5z മൈനസ് 1 വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്താണ്? മോഡുലസ് ഓഫ് മോഡ് സെഡ് റേസ് ടു 4 മൈനസ് 5 ഇൻറ്റു മോഡ് സെഡ് പ്ലസ് 1. അവിടെ നമ്മൾ ഒരു മാറ്റം കൂടെ വരുത്തിയിട്ടുണ്ട്. മോഡുലസ് ഓഫ് സെഡ് റേസ് ടു 4 എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ തന്നെയാണ്? മോഡ് സെഡ് പവർ 4നോട് ഈക്വൽ തന്നെയാണ്. അങ്ങനെ കൂടി അവരവിടെ മാറ്റി എഴുതിയിട്ടുണ്ട്. സോ വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? മോഡുലസ് ഓഫ് മോഡ് സെഡ് റേസ് ടു 4 മൈനസ് 5 ഇൻറ്റു മോഡ് സെഡ് മൈനസ് 1 എന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? മോഡുലസ് ഓഫ് സെഡ് എന്ന് പറഞ്ഞിട്ട് എന്താണ്? ഈക്വൽ ടു 2 ആണ്. ആ 2 നമ്മളവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ എന്ത് വരും? മോഡുലസ് ഓഫ് 2 റേസ് ടു 4 മൈനസ് 5 ഇൻറ്റു 2 മൈനസ് 1 എന്ന് വരും. വിച്ച് ഈസ് ഈക്വൽ ടു 5 എന്ന് നമുക്ക് കിട്ടും. ഹെൻസ് ഫോർ മോഡ് സെഡ് ഈക്വൽ ടു 2 വി ഹാവ് 1 ബൈ മോഡുലസ് ഓഫ് സെഡ് റേസ് ടു 4 മൈനസ് 5z പ്ലസ് 1 എന്ന് പറയുന്നത് എന്താണ്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/5. ഓക്കെ, അപ്പോൾ ഈ പ്രോബ്ലം ഒന്ന് നന്നായി ഒന്ന് വായിച്ചു നോക്കാം. ഇതിലെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.